ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നുള്ളത് ഹർഷ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ലൈബ്രറിയിലാണ്. നമ്മുടെ കൂടെ ഉള്ളത് സമ്പത്ത് സുൽത്താന, ഫസ്റ്റ് ഇയർ BSc സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് സ്റ്റുഡന്റ് ആണ്. നമുക്ക് ആളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഹായ്. ഹലോ. ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണല്ലേ ഇവിടുത്തെ? അതെ. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഉപ്പ ഉമ്മ പിന്നെ എനിക്കൊരു ടീം സിസ്റ്റർ ഉണ്ട്, പിന്നെ 2 ബ്രദേഴ്സ്. സിസ്റ്റർ പഠിക്കുകയാണോ? നഴ്സിംഗ്, മെഡിക്കൽ ഫീൽഡ്. BSc നഴ്സിംഗ്. BSc നഴ്സിംഗ് ആണ് പഠിക്കുന്നത്. ഓക്കെ ഓക്കെ. മലപ്പുറത്ത് നിന്നാണ് വരുന്നത് അല്ലേ? മലപ്പുറംകാരിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാ ഹർഷ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഹർഷ ഏജന്റ് വഴി ആണ് എടുത്തത് അല്ലേ? ഇവിടെ വന്നപ്പോ ക്യാമ്പസിനെ പറ്റിട്ട് എന്താ ഒരു അഭിപ്രായം? ക്യാമ്പസ് കണ്ട സമയത്തുള്ളൊരു ക്യാമ്പസ് ഒക്കെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടു അല്ലെ? ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആയോ? ഫ്രണ്ട്സ് ഒക്കെ അടിപൊളി. ഫ്രണ്ട്സ് ഒക്കെ ആയി. മലയാളി സ്റ്റുഡൻസ് ഒക്കെ ഒരുപാടുള്ള കോളേജാണ്. മലയാളി സ്റ്റുഡൻസ്. ഓക്കെ ഓക്കെ. ഇവിടെ എവിടെയാ നിൽക്കുന്നത്? ഇൻസൈഡ് ഹോസ്റ്റലാണോ അതോ PG ആണോ? എങ്ങനെയാ നിൽക്കുന്നത്? ഞാൻ Stay PG. ഒക്കെ വരുന്നത്? ആൾ PG ആണ് നിൽക്കുന്നത്. നമുക്ക് ഒരു റൂമിൽ എത്ര പേരാ അവൈലബിൾ ആയിട്ടുള്ളത്? ഞാൻ 8 ഷെയറിംഗ് ആണ് റൂം വരുന്നത്. അപ്പൊ നമുക്ക് ക്യാമ്പസിന്റെ അകത്ത് ഹോസ്റ്റൽ ഉണ്ട്. ഇപ്പൊ PG പ്രിഫർ ചെയ്യുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ ക്യാമ്പസ് തന്നെ നടത്തുന്ന PGയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഫുഡൊക്കെ എങ്ങനെയാ വരുന്നത്? ഫുഡൊക്കെ മലയാളി ഫുഡാണ്. മലയാളി ഫുഡാണല്ലേ? ഫുഡിനെ പറ്റിട്ട് എന്താ അഭിപ്രായം? ഫുഡ് കുഴപ്പമില്ല, അടിപൊളിയാണ്. വീക്കെൻഡില് ബിരിയാണി വീക്കിൽ ബിരിയാണിയൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ. ആള് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ മലയാളികൾ തന്നെയാണ് ഫ്രണ്ട്സ് ഫുള്ള് മലയാളി PG ആണ്. മലയാളി PG ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലയാളികൾ പറഞ്ഞ PG ഉണ്ട്. ഇപ്പൊ കഫ്റ്റേരിയ ആണെന്നുണ്ടെങ്കിൽ മലയാളികൾ. അപ്പൊ മലയാളി ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ നമ്മള് ഹർഷയുടെ വിശേഷങ്ങൾ പങ്കുവച്ച സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ ആള് ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് ഫാക്കൽറ്റീസിനെ പറയാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആണോ? ഫാക്കൽറ്റീസ് ഒക്കെ മലയാളീസും അടിപൊളി. അപ്പൊ നമുക്ക് പിന്നെ ക്ലാസ് ഇപ്പോ ലാംഗ്വേജ് എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല അല്ലെ? പിന്നെ മലയാളികൾ ക്ലാസ്സിൽ എങ്ങനെയാ നമുക്ക് എടുക്കുന്നത്? ഇംഗ്ലീഷിലൊക്കെ തന്നെ? ഇംഗ്ലീഷ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ലാംഗ്വേജ് ബാരിയർ ഒന്നുമില്ല. സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. മലയാളി സ്റ്റുഡൻസ് ഉണ്ട്, മലയാളി ഫാക്കൽറ്റീസ് ഉണ്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ. അപ്പൊ ഓൾമോസ്റ്റ് ഹാപ്പിയാണ് അല്ലെ? ഓക്കെ ആണ്. പിന്നെ വേറെന്താ ക്യാമ്പസിനെ പറ്റിയിട്ട് പറയാം? കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? കൾച്ചറൽ ആക്ടിവിറ്റീസ് ഓണവും കാര്യം എല്ലാം വരുന്നുണ്ട്. ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ വരാൻ ഞാൻ പോകുന്നുള്ളൂ. അപ്പോ നമ്മുടെ ക്യാമ്പസ് കണ്ടതും പിന്നെ സ്റ്റുഡൻസിന്റെ വിശേഷങ്ങൾ കേട്ടതിനൊക്കെ എല്ലാ സ്റ്റുഡൻസ് ആണെന്നെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ വേറെന്താ ഹർഷയെ പറ്റിയിട്ട് പറയാനുള്ള കാരണം? ഹർഷ മതി എന്ന് തോന്നാനുള്ള ഒരു കാരണം എന്താ? നമ്മളിപ്പോ കുറെ കോളേജൊക്കെ ചൂസ് ചെയ്ത സമയത്ത് ഹർഷ മതി എന്ന് തോന്നാനുള്ള കാരണം? കൂടുതൽ മലയാളീസാണ് ഓപ്റ്റ് ചെയ്യുന്നതാണല്ലേ? ഇപ്പൊ ക്യാമ്പസ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. ഫാക്കൽറ്റീസും ഒക്കെ നല്ലതാണ്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയുണ്ട് കോഴ്സ്? സിലബസ് ഒക്കെ ടഫാണോ? എങ്ങനെയാ പഠിക്കാൻ? സിലബസ് ഇപ്പൊ കുഴപ്പമില്ല. സെക്കൻഡ് സെം എങ്ങനെയാ അറിയില്ല. ലൈബ്രറി ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ? ലൈബ്രറി അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാ വരുന്നത്? വാർഡനൊക്കെ ഉണ്ടോ? ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിലൊക്കെ വാർഡനൊക്കെ അവൈലബിൾ ആണോ? ഞങ്ങക്ക് PG വാർഡൻ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ള ഒരു ഇതാണ്. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നും അല്ല. ഹോസ്റ്റലും കാര്യങ്ങളും വാർഡനൊക്കെ അവൈലബിൾ ആണ്. അപ്പോ നമ്മളിപ്പോ സംസാരിച്ച സ്റ്റുഡൻസിനൊക്കെ തന്നെ നല്ല അഭിപ്രായമാണ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട്. അപ്പൊ ആളും ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇനിയിപ്പോ ഹർഷം ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ള ഒരു എന്താ? കുഴപ്പമില്ല, നല്ല ഫാക്കൽറ്റീസും കാര്യങ്ങളാണ്. ഓക്കെ ആണ് അല്ലെ? അപ്പൊ ആള് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും സ്റ്റുഡൻസിന്റെ വിശേഷങ്ങളും കാര്യമൊക്കെ നോക്കാം. അപ്പൊ അതുവരെയും ബൈ.